ഒരു സ്റ്റുഡൻറ്റ് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി അവരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ട്? അതായത് ഇപ്പം ഗ്രേഡും സ്കോറും മാത്രമാണോ അവിടെ അവരൊരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് അവർ നോക്കുന്നുണ്ടോ? ഇതിൽ മറ്റ് കൺട്രീസിനെ പോലെ ഒരുപാട് നമ്മളല്ലാത്ത ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇവർ വാങ്ങുന്നില്ല. നമ്മുടെ CV, അതേപോലെ തന്നെ നമ്മുടെ ഒരു എഴുതുന്ന ലെറ്റർ ഓഫ് മോട്ടിവേഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറയും. ആ ലെറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഫാക്ടർ എന്ന് പറയുന്നത് അവർ പറയുന്നൊരു അഡ്മിഷൻ റെഗുലേഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യും എന്തായാലും. പക്ഷേ ഇപ്പം അവിടെ ഒരു 100 സീറ്റാണുള്ളത്, പക്ഷേ ഒരു 500 ആപ്ലിക്കേഷൻ പോയി. അപ്പോൾ അവിടെ അവർക്ക് എന്തായാലും ഇത്രയും ഫിൽട്ടർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഫിൽട്രേഷന് വേണ്ടി ഒന്നെന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ A1 ജർമ്മൻ ഉണ്ടെങ്കിൽ ഒരു പ്ലസ് ഉണ്ട്. 2 കുറച്ച് എക്സ്പീരിയൻസ് ഇപ്പം അതിന് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന് പ്ലസ് ഉണ്ട്. 3 പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമ്മൾ എഴുതുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് എഴുതാൻ. ഇപ്പം ഒരുപാട് AI സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്. ഇപ്പം ChatGPT പോലത്തെ AI സോഫ്റ്റ്വെയർസിൽ വെച്ച് ജസ്റ്റ് ചുമ്മാ അടിച്ച് ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പോൾ റീഡ് ചെയ്യാൻ തന്നെ അവിടുത്തെ സോഫ്റ്റ്വെയർസിന് പറ്റുന്ന രീതിയിലായി കഴിഞ്ഞു. സോ അതൊന്നും ചെയ്യാതെ അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മുടെ ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മളെ പ്രോജക്റ്റും നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് എന്തുകൊണ്ട് നമുക്ക് ഈ കോഴ്സ് വേണമെന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇതൊക്കെ ആയിരിക്കും ഒരു എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്.